ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. മഴയും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ മീഷോന്ന് 2-3 പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. വൈകുന്നേരം തുടങ്ങിയ മഴയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ നല്ല മഴയൊക്കെ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. മഴയുള്ളപ്പം കുറിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിക്കലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. പിന്നെ നേരെ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ അല്ലേ. ഇന്നെനിക്ക് ചോറ് കഴിക്കാൻ നല്ല പൂതിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. ബീഫും കുറച്ച് അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് ഓയിലും കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ തിളക്കാൻ വേണ്ടിയിട്ട്. ബീഫൊക്കെ ഒരു ഫ്രൈ ആക്കുന്ന ആ ഒരു രൂപത്തിൽ അരപ്പോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല രസമാണ്. ഇതിലേക്ക് മല്ലിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരു ഗ്രേവി ടൈപ്പിലുള്ള ബീഫിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിന് പേരൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. മഴയ്ക്കൊരു കുറവില്ല കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ബീഫൊന്ന് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വറ്റി വരുന്ന ടൈമിൽ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇവിടെ വറ്റി വരട്ടെ. ആ ഒരു ടൈമിൽ ഞാൻ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഓൺലൈനിൽ വാങ്ങിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ സ്കൂൾ തുറന്നിട്ട് 2 ദിവസമായി. അപ്പോൾ ഇപ്പോഴാണ് ഇത് കിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഹെയർ ടൈറ്റാണ്. പിന്നെ ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലഞ്ച് ബോക്സാണ്. അപ്പോൾ സ്റ്റീലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂണും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കറക്റ്റ് പാകത്തിന് ചോറും കറികളൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ലഞ്ച് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതാർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിട്ടോ, ഞാൻ ലിങ്ക് തരാം കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ വില കുറവാണ് കേട്ടോ ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കുമ്പം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഐറ്റംസാണ്. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് മുമ്പേ വാങ്ങിച്ചു വെച്ചതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതാണ്. ഇത് വന്നിട്ട് ഒത്തിരി എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് മുറ്റമൊക്കെ എന്താ പറയുക, ചപ്പ് ചവറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് ചാർജ് വെച്ചിട്ട് വെക്കലാണ് കേട്ടോ. ചാർജ് ആയതിനു ശേഷം ബാറ്ററി ഇതിന് അടിയിലായിട്ട് ഇതിങ്ങനെ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല സ്പീഡാണ് കേട്ടോ ഇതിന്, നല്ല കാറ്റാന്നേ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല പോലെ പാറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചപ്പ് ചവറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പാറി ഒരു സൈഡിലേക്ക് നമുക്ക് കൂട്ടി വരാൻ പറ്റും കേട്ടോ. ഈ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇൻ്റർലോക്കൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒത്തിരി യൂസ്ഫുള്ളാണ്. പിന്നെ ഇൻ്റർലോക്ക് അല്ലാത്ത ഭാഗത്തിൽ ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജെല്ലി കാര്യങ്ങളൊക്കെ ഇട്ട ആ ഒരു സ്ഥലത്ത് അവിടെ എന്താ പറയുക, ചെറിയ ചവറൊന്നും പോകുന്നില്ല കേട്ടോ. വലിയ അങ്ങനെ പോലെ അല്ലാതെ
അപ്പോൾ ഇൻ്റർലോക്ക് ഇട്ടവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ വന്നിട്ട് പിന്നൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് 2 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ 2 വാങ്ങിച്ചത് ഒന്നും പറ്റിയിട്ടില്ല, കേടൊന്നും കൂടി പറ്റിയിട്ടില്ല കേട്ടോ. 7 വർഷം മുമ്പാണ് ഒന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നൊന്ന് ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് നമ്മൾ അകമൊക്കെ അടിച്ചു വരാറ് കേട്ടോ. അപ്പോൾ നല്ല പോലെ പൊടിയും മുടിയും കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നമ്മൾ തുടച്ച ഒരു ഫീലാണ് ഇതിൽ നമുക്ക് അടിച്ചു വാരിയാൽ കിട്ടുന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ ഇത് വന്നിട്ട് നല്ല തുണിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് അടിച്ചു വാരിയാൽ മണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് നേരെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്തതുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് എക്സ്ട്രാ വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നടുഭാഗത്തുനിന്ന് നമ്മൾ തിരിച്ചതിന് ശേഷം വലുതാക്കുന്നതാണ്. ഇതിൻ്റെ നീളം ഒന്ന് നല്ലപോലെ കൂട്ടി കൊടുക്കലാണ്. ഈ നടുഭാഗത്തുനിന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നീളം കൂടി വരും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എന്താ പറയുക, ഫിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് തുടക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ, അടിക്കുന്നതിൻ്റെ. അപ്പോൾ പിന്നെന്താ, നല്ല വിശപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചോറെടുത്തു, ബീഫ് കറി എടുത്തു. ബീഫ് കറി എന്നറിയാനില്ല, ബീഫ് നല്ല ഗ്രേവി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ ഇതിനൊപ്പം അച്ചാറുണ്ടെങ്കിൽ അച്ചാറും എടുക്കാം കേട്ടോ. അപ്പോൾ അച്ചാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും മുറിച്ചെടുത്തു. അങ്ങനെ ഇന്ന് അടിപൊളിയായിട്ട് നല്ല ചൂട് കറിയും ചോറും മാങ്ങയും കഴിക്കലാന്നേ. എന്താണെന്നറിയില്ല കേട്ടോ, എനിക്ക് ചോറ് കണ്ടാൽ എനിക്ക് ചോറ് തന്നെ കഴിക്കണം. അപ്പൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് ശരിയാവില്ല. എനിക്ക് ചോറ് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ചോറ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചോറ് കൂടുതൽ കഴിച്ചാൽ നല്ലപോലെ തടിയൊക്കെ കൂടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്നാലും ചോറ് നിർത്താൻ എനിക്കൊക്കില്ല കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചോറ്. അപ്പം ഞാൻ ഒരു ദിവസം മറ്റോ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരു എന്തോ പോലെയാണ്. അപ്പോൾ പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കാൻ മറക്കല്ലേ, ഷെയർ ആക്കാനും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ, അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.